തോറ്റുപോയി എന്നുറപ്പിച്ച നിമിഷത്തിൽ നിന്ന് വിജയമൊക്കെ പിടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ കിക്കിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 2014 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരമൊന്ന് കണ്ടാൽ മതി. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 189 റൺസാണ് അടിച്ചു കൂട്ടിയത്. അന്നത്തെ സമയത്ത് അതൊരു മികച്ച സ്കോർ തന്നെയായിരുന്നു. മുംബൈക്ക് മുമ്പിൽ 190 എന്നത് വലിയ വിജയലക്ഷ്യമൊന്നും അല്ല എങ്കിലും അവർക്ക് മുമ്പിൽ ഒരു വലിയ കടമ്പ ബാക്കിയുണ്ടായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ നിശ്ചിത 14.3 ഓവറിൽ അവർക്ക് ഈ വിജയലക്ഷ്യം മറികടക്കേണ്ടതായുണ്ട്. ഇന്നത്തെ T20യുടെ വമ്പനടി കാലമൊന്നുമല്ല, മുംബൈ പുറത്തായി എന്ന് ഏവരും വിശ്വസിച്ചു. എന്നാൽ മുംബൈയുടെ സൂപ്പർ ബാറ്ററായ കോറി ആൻഡേഴ്സൺ ആ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നിൽ നിന്ന് നയിക്കും, നിങ്ങൾ എനിക്ക് പിന്തുണ തരിക എന്നുള്ള ലക്ഷ്യത്തോടെ കോറി ആൻഡേഴ്സൺ തകർത്തടിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസ് ബോളർമാർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. കോറി ആൻഡേഴ്സണും അദ്ദേഹത്തിനൊപ്പം അമ്പാട്ട് റൈഡുവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതോടെ മുംബൈ ഇന്ത്യൻസ് പതുക്കെ വിജയലക്ഷ്യത്തിലേക്ക് അടുത്തു. 14.3 ഓവറിൽ അമ്പാട്ട് റൈഡ് റണ്ണൌട്ട് ആകുമ്പോൾ സ്കോർ സമനിലയിലാണ്. ഇത്രയും അടുത്തെത്തിയിട്ട് മുംബൈ തോറ്റു പുറത്തായല്ലോ. മുംബൈ ഇന്ത്യൻസ് ആരാധകരെല്ലാം നിരാശരായിരിക്കുന്ന സമയം രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലാകട്ടെ ആഘോഷവും തുടങ്ങി. അപ്പോഴൊരു കണക്ക് വന്നു. അടുത്ത പന്തിൽ ഒരു 6 ഓ 4 ഓ നേടിയാൽ മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താം. ഇതാണ് കണക്ക്. ക്രീസിലെത്തിയിരിക്കുന്നത് ആദിത്യ താര എന്ന യുവതാരം, പന്തെറിഞ്ഞ് ജെയിംസ് ഫോക്നർ എന്ന എക്സ്പീരിയൻസ്ഡ് ബൗളർ. ആദ്യത്തെ താരയ്ക്ക് സമ്മർദ്ദമാകും എന്ന് ഏവരും വിശ്വസിച്ചു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. ജെയിംസ് ഫോക്നർ എറിഞ്ഞ പന്തിനെ ആദ്യത്തെ താര ഗാലറിയിലേക്ക് പറത്തി 6 അടിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആകുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ടീം ക്യാമ്പ് മൊത്തം നിരാശരായിരുന്നപ്പോൾ ആ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. ഇന്നും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച മത്സരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപക്ഷെ ഈ മത്സരത്തിൻ്റെ സ്ഥാനം ഒന്നാമതായിരിക്കും.